മഞ്ചേശ്വരം MLA AK മഷ്റഫ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ സാർ എന്താണ് ഇതിന്റെ ഫൈനൽ സ്റ്റേജ് എങ്ങനെയാണ്? ഇപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിൽ തെരച്ചിൽ നടത്തിയത് നേവിയും ബന്ധപ്പെട്ട ആളുകളാണ് നടത്തിയത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ നമുക്ക് ഒറ്റ മണിക്കൂർ കൊണ്ട് നമ്മൾ ഇതുവരെ കിട്ടാത്ത രീതിയിൽ ഭാരത് ബെൻസിന്റെ ഒരു അടയാളമൊക്കെ കിട്ടിയ സമയത്ത് ഇന്ന് എന്തായാലും തെരച്ചിൽ റിസൾട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. ഇന്നിപ്പോൾ രാവിലെ മുതൽ നന്നായിട്ട് നേവിയുടെ ടീം ഡൈവ് ചെയ്യുന്നുണ്ട്, നല്ല എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകൾ. ഈശ്വർ മൽപ്പയുടെ ടീം ഡൈവ് ചെയ്തു. അവർ പറയുന്നൊരു കാര്യം, എത്ര ഡൈവ് ചെയ്യുമ്പോഴും കിട്ടുന്നത് ഈ മുകളിൽ നിന്നുള്ള മണ്ണിടിച്ചൽ സന്ദർഭത്തിൽ മുകളിൽ വീണ് കിടക്കുന്ന വലിയ വലിയ മരക്കഷ്ണങ്ങൾ, അതോടൊപ്പം 1-2 വീണ അവിടുത്തെ ലക്ഷ്മണൻ്റെ ആ കോൺക്രീറ്റുകൾ, റോഡ് കഷ്ണങ്ങൾ, പാറകളാണ് കിട്ടുന്നത്. അപ്പോൾ ഇപ്പോൾ SP-യും കളക്ടറും ഇവിടുത്തെ MLA നമ്മൾ ആലോചിച്ചൊരു കാര്യം, എത്രയും പെട്ടെന്ന് ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കാം. ഇല്ല, നിർത്തുന്നെന്ന് അറിഞ്ഞിട്ടില്ല. അവർ വൈകുന്നേരം വരെ ഡൈവ് ചെയ്യുന്ന കാര്യം അതേ രീതിയിൽ തുടരുന്നുണ്ട്. പക്ഷെ ഡൈവ് ചെയ്തത് കൊണ്ട് റിസൾട്ട് ഉണ്ടാകുന്നില്ല. കാരണം ഡൈവ് ചെയ്ത ഓരോ ആളുകളും മുകളിൽ പൊങ്ങി വന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് കിട്ടുന്നത് മരങ്ങളും പാറകളും മാത്രമാണ്. സതീഷ് കൃഷ്ണസേൽ പറഞ്ഞത് ഗോവ സർക്കാരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അവിടെയുള്ള ട്രജർ കടൽ വഴി ഇങ്ങോട്ട് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ്. നാളെ സ്വാതന്ത്ര്യ ദിനമാണ്, അതൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ അത് നടക്കുകയുള്ളൂ. അതായത് സ്വാഭാവികമായിട്ട് നീണ്ടുപോകും. അതെ, അവരിപ്പോൾ ഇന്ന് എന്നോടും പറഞ്ഞൊരു കാര്യം, ഡ്രഡ്ജിങ് മിഷൻ അല്ലാതെ ഡൈവ് ചെയ്തുകൊണ്ട് എത്ര ദിവസം ഡൈവ് ചെയ്യിച്ചിട്ടും കാര്യമില്ല, റിസൾട്ട് കിട്ടുന്നില്ല. ഡൈവ് ചെയ്ത് ഇപ്പം ഞാൻ തന്നെ നേരിട്ട് ഡൈവ് ചെയ്ത് ഈശ്വർ മൽപ്പ ടീമിലെ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞത്, സാർ അകത്ത് എത്ര പോയാലും കിട്ടുന്നത് മരങ്ങളാണ്, റോഡിൻ്റെ കഷ്ണങ്ങളാണ്, പിന്നെ ഈ ടവറിൻ്റെ ഇവിടെ നഷ്ടപ്പെട്ട കുറേ ഇരുമ്പ് കഷ്ണങ്ങളാണ്, ഇതൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അവരും പറയുന്നൊരു കാര്യം, ഏതെങ്കിലും നല്ല മിഷൻ ഉപയോഗിച്ച് ഇതൊന്ന് മാന്തണം, ഇതൊന്ന് വലിച്ചെടുക്കണം, എന്നാൽ അതിന്റെ അകത്തെ ഭാരത് ബെൻസ് കേരളത്തിൽ നിന്നുള്ള ഇതുവരെ ആയിട്ട് എത്തിയിട്ട് കണ്ടിട്ടില്ല. ടെക്നീഷ്യൻ ഇല്ലെന്നാണ് ഇപ്പം കിട്ടിയിരിക്കുന്ന മറുപടി എന്നാണ് MLA പറയുന്നത്. എന്താ പറയാല്ലേ? തീർച്ചയായും കാർഷിക സർവകലാശാലയുടെ ആ യന്ത്രം കൊണ്ടുവന്നാലും ഇപ്പം എനിക്ക് ആ യന്ത്രത്തെക്കുറിച്ച് കുറച്ചുകൂടെ അറിയാം. അതെത്തിയാലും ഈ വലിയ വലിയ സാധനങ്ങൾ വലിച്ചെടുക്കാൻ പ്രയാസമുള്ളൊരു യന്ത്രമാണത്. ഇത് ഏറ്റവും ഗുണകരമായൊരു കാര്യം എന്നറിയുന്നത്, നമ്മുടെ ഗോവയിൽ നിന്ന് നേരത്തെ ഇന്നലെയും രാത്രി ഇവിടുത്തെ MLA സതീഷ് കൃഷ്ണസേൽ ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഗോവയിൽ ആ ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവന്ന് ഈ പറയുന്ന മുകളിലുള്ള ഡൈവ് ചെയ്ത ആളുകൾ സൂചിപ്പിച്ച മരങ്ങളും പാറകളും മാറ്റിയാൽ മാത്രമേ നമുക്ക് ഭാരത് ബെൻസിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും റിയാസ് മിനിസ്റ്റർ നേരത്തെ സംസാരിച്ചിരുന്നു, അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. രാഘവേട്ടൻ ഇവിടുത്തെ CM-മായി സംസാരിക്കുന്നുണ്ട്. ഡ്രഡ്ജിങ് മെഷീൻ എത്തിച്ചിട്ട് അത് മാറ്റിയാൽ മാത്രമേ നമുക്ക് ഭാരത് ബെൻസിന്റെ അടുത്തേക്ക് എത്താൻ കഴിയുകയുള്ളൂ. ഗോവയിൽ നിന്ന് കൊണ്ടുവരാനുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട്. തീർച്ചയായും വളരെ സ്പീഡായി കളക്ടർ സ്പോട്ടിലുണ്ട്, SP ഉണ്ട്, ഇവിടുത്തെ MLA ഉണ്ട്. അവർ ഓൾറെഡി അതിൻ്റെ കത്തടപാടും കാര്യങ്ങളും പൂർത്തീകരിച്ചു. എത്രയും പെട്ടെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു നാളെ തന്നെ എത്താൻ പറ്റുമെന്ന് ചോദിക്കുമ്പോൾ, നാളെ ഇൻഡിപെൻഡൻസ് ഡേ ആണ്, പരേഡാണ്. ഞങ്ങളുടെ ശ്രദ്ധ മുഴുവനും അതുമായി ബന്ധപ്പെട്ട് കൊണ്ടാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ നാളെ ഏതായാലും എത്തിക്കാൻ പറ്റില്ല, 16-ന് എത്തിക്കാനുള്ളൊരു ശ്രമം നടക്കും. ആദ്യഘട്ടം മുതൽ ആദ്യ സമയത്ത് തന്നെ ഇത്തരത്തിലൊരു ഇതുണ്ടായിരുന്നു. സതീഷ് കൃഷ്ണസേൽ ക്യാപ്റ്റനുമായിട്ട് നിരന്തരമായി സംസാരിക്കുന്നുണ്ട്, കളക്ടറും സംസാരിച്ചു. അപ്പോൾ ഡ്രഡ്ജിങ് മിഷന് എത്തിച്ചിട്ട് നമുക്ക് ഡൈവ് ചെയ്ത ആളുകൾ ചൂണ്ടിക്കാണിച്ച ഈ സാധനങ്ങൾ മുഴുവനും മാറ്റിയാൽ മാത്രമേ നമുക്ക് ഭാരത് ബെൻസിന്റെ അടുത്തേക്ക് എത്താൻ കഴിയൂ. ഇതിന്റെ ആദ്യഘട്ടത്തിലെ ഇങ്ങനെ ഒരു ഡ്രഡ്ജിങ് മിഷൻ എത്തിക്കാനുള്ള ശ്രമം ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോ വീണ്ടും ഡ്രഡ്ജിങ് മെഷീൻ നമ്മൾ തുടക്കം മുതൽ പറഞ്ഞതാണ്. അപ്പോൾ പറഞ്ഞ കൊങ്കൺ റെയിൽവേൻ്റെ ഒരു തടസ്സം, നമ്മുടെ ഗംഗാവലി പുഴയുടെ ആ ബ്രിഡ്ജിൻ്റെ തടസ്സം. ഇനിയിപ്പോൾ ഡ്രഡ്ജിങ് മെഷീൻ എത്തിക്കാതെ നിർവാഹമില്ല. ഇനി അടുത്ത് നമ്മളെ മുന്നിലുള്ള ഏറ്റവും വലിയ സാധ്യത, രാവിലെ മുതൽ നമ്മളെല്ലാവരും ഇവിടെ ഉണ്ട്, ഇവർ മുങ്ങി തപ്പുന്നുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ സതീഷ് കൃഷ്ണസേൽ പറയുന്ന ഈ തിരച്ചിലുകൊണ്ട് വലിയ കാര്യമില്ല, ഇനി ഡ്രഡ്ജിങ് മെഷീൻ വേണമെന്നാണ്. ആ നിലയ്ക്ക് ഇനി ഈ വെള്ളത്തിൽ മുങ്ങിയുള്ള ഈ ഡൈവിംഗ് തുടരുന്നുണ്ട്, എന്താണ് തീരുമാനം? അല്ല, വൈകുന്നേരം വരെ ഡൈവ് ചെയ്യുന്നുണ്ടെന്നാണ് അവർ പറഞ്ഞത്. പക്ഷേ ഡൈവ് ചെയ്ത ആളുകളാണ് നമ്മളുമായിട്ട് പങ്കുവെക്കുന്നത്. കാരണം ഡൈവ് ചെയ്തിട്ട് ഒരു സാധനം കിട്ടുന്നില്ല, മരങ്ങളും പാറകളും മാത്രം കിട്ടുന്ന ഇത് മാറ്റണം എന്ന് പറയുമ്പോൾ ആ മേഖലയുമായി ആലോചിച്ച് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുപോകാൻ അത് മാറ്റുന്ന ശ്രമമല്ലേ നടത്തുന്നത്. തെരച്ചിലുണ്ടാവില്ല എന്നല്ല, തെരച്ചിൽ അവർ വൈകുന്നേരം വരെ നടത്തുന്നുണ്ട്. നാളത്തേക്ക് ഇപ്പോൾ ജില്ലാ ഭരണകൂടം ആലോചിച്ച് പറയാനാണ് അവർ പറഞ്ഞത്. നാളത്തെ കാര്യം ആലോചിച്ച് പറയാം, നാളെ കഴിഞ്ഞ് മാത്രമേ ഇനി ഇന്നത്തേത് കഴിഞ്ഞുണ്ട്. അതെ, അവരിപ്പോൾ ഇന്ന് ഡ്രഡ്ജിങ് മെഷീൻ എത്തിച്ചിട്ട് ഇനി തെരച്ചിലിന്റെ കാര്യത്തിന് വേഗത കൂട്ടാൻ അവർക്ക് കഴിയുകയുള്ളൂ. ആ ചർച്ചയാണ് ജില്ലാ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്.